ഇവന്റെ അച്ഛൻ തന്നെ വെല്ലുവിളിച്ചേക്കാണ് വെട്ടുന്നു കാരണം അമ്മൂമ്മയുടെ കൂടെ ഇന്നപ്പോ വീഡിയോ എടുത്തവൻ ഞാനത് പോസ്റ്റ് ചെയ്തു. അപ്പൊ അമ്മൂമ്മ പറഞ്ഞല്ല കേരളം കത്തി. കാരണം നല്ലൊരു പാട്ട് പഠിക്കേ അമ്മൂമ്മയായിട്ട് സംസാരിച്ച് ഇപ്പൊ എന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ ഉള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഇവൻ പറഞ്ഞു ഇവിടെ റേഷൻ കാർഡ് ഇവന്റെ പേരിലാന്ന് പറയും. അപ്പൊ അമ്മൂമ്മ പറഞ്ഞ അല്ലാന്ന് പറയും. അതിലെനിക്ക് സങ്കടമുണ്ട്. റേഷൻ കാർഡ് പക്ഷെ പേരുണ്ട് 5 പേരുടെ കുടുംബങ്ങളുടെ പേര് അതിലുണ്ടോണ്ട് എന്താ സ്വത്തിന് അവകാശം ഉണ്ടല്ലോ. അപ്പൊ ഇവൻ ആൻമരിയില്ലേ അവർക്ക് സ്വത്തിന് അവകാശമുണ്ട്. അവള് മറ്റേ പഞ്ചാബിൽ അവൾ ഇന്നലെ കൂടി വിളിച്ചാണ് സ്വത്ത് വേണമെന്ന് പറഞ്ഞു. സ്വത്ത് വേണമെന്ന് അല്ലെങ്കിൽ ഒത്തുപിടിക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യമുണ്ട്. ഈ അമ്മൂമ്മ പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ അപ്പനോട് പറഞ്ഞ എഴുതി പഠിച്ചതാന്ന് പറഞ്ഞ ആനിപ്പര. പക്ഷെ ഇന്നലെ അമ്മൂമ്മ അങ്ങനെയല്ല പറഞ്ഞു, ഇവനൊരു കുന്തമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ പിള്ളേരായിട്ട് ജീവിക്കുന്ന സമയത്ത് സ്വത്ത് എഴുതി തരുമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു. എന്റെ പപ്പ പറഞ്ഞ പോലെ ചെയ്യോ, വെട്ടുവോ? എനിക്ക് പേടിച്ചിട്ടായില്ല. കല്യാണം കഴിഞ്ഞാൽ അട്ടായത്തിന് ഒഴിവാക്കുന്നു. അട്ടായം ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര സംശയവും പുള്ളി പെൺ വിഷയത്തിൽ നീറ്റല്ലെന്ന്. അതല്ല നീറ്റല്ലെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉള്ളിരിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ പുള്ളിയില്ലേ ആരെ കണ്ടാലും അടിച്ചു വരുന്ന ചേച്ചിയില്ലേ പറഞ്ഞുതരാം, കറക്റ്റ് പറഞ്ഞുതരാം. ദിലീപ് സിനിമ ഏതാണ്? മറ്റേ കാവ്യ ചേച്ചി അല്ല, നവ്യ ചേച്ചി നായിക. ഒരു കാര്യം നവ്യ ചേച്ചി നായിക പട്ടണത്തിൽ സുന്ദരൻ. അതിൽ കൊച്ചു ഹനീഫ ഒരുപാട് പെണ്ണുങ്ങളെ പറയുന്നത് സംസാരിക്കുന്ന നമ്പർ വാങ്ങുന്നുണ്ട്. അതേപോലെ ആ പുള്ളി എന്റെ കല്യാണം കഴിയുമ്പോൾ അസുഖമാണോ? ഒരു കഴിഞ്ഞ ദിവസം ഷൗട്ട് ചെയ്തിരുന്നു. അത് പുള്ളിക്ക് മനസ്സിലായില്ല. പെണ്ണിനെ തട്ടിയെടുക്കുന്ന പേടിയുണ്ടോ? പുള്ളി ലൊക്കേഷൻ വെച്ച് നമ്പർ ഞാൻ പറയട്ടെ, തട്ടിയെടുക്കുന്നുള്ള കാര്യം ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ അത് അഭിലാഷ് അട്ടായത്തിനെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ജീവിക്കില്ല. അലൻ ജോസ് പേരുടെ ഭാര്യ ഞാനും ഞങ്ങൾ 3 ഡ്രൈവർ കോട്ടയത്ത് വേറെ